നമസ്കാരം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ 15 വർഷമായി ഉള്ള ഒരു കോവലിനെ കുറിച്ചാണ്. ദാണ്ടെ ഈ തണ്ട് നല്ല തണ്ടാണ്. അങ്ങോട്ട് ശരിക്കും കോവക്ക പിടിക്കുന്ന തണ്ടാണ്. നല്ല തണ്ട്. ഇതിൻ്റെ ദാണ്ടെ ഇവിടെ ഈ ഭാഗം വെച്ച് മുട്ടിനിപ്പുറം വെച്ച് മുറിക്കണം. ഇങ്ങനെ മുറിച്ചിട്ട് ഏകദേശം ഒരു 1, 2, 3, 4, 5, 6 മുട്ട് വരുന്ന രീതിയിൽ ബാക്കി അങ്ങോട്ടുള്ളത് ഉണങ്ങിപ്പോവും. സാരമില്ല. പക്ഷെ നടുമ്പോൾ നല്ല നല്ല തണ്ട് ഇതെല്ലാം നല്ല തണ്ട് നോക്കി നടാവൂ. കോവലിന് കുഴിയെടുക്കുകയാണ്. കോവലിന്റെ കമ്പ് നടാൻ വേണ്ടി 2 അടി വീതിയും 4 അടി നീളവും വേണം. ആ ഷേപ്പിൽ ഇങ്ങനെ മണ്ണിലേക്ക് വെക്കുക. മണ്ണിലേക്ക് വെച്ച് ഉറപ്പിച്ചതിന് ശേഷം മണ്ണിട്ട് നല്ലപോലെ ഉറപ്പിക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളമാണിത്. ഇതിനകത്ത് വേപ്പും പിണ്ണാക്കുണ്ട്, അതുപോലെ തന്നെ എല്ലുപൊടിയുണ്ട്, ചാണകപ്പൊടിയുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ഇത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ നല്ലപോലെ ചെടി വളർന്നു വന്നതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ വളർന്നു വന്നതിന് ശേഷം ഇട്ടാൽ മതി. കോവൽ നല്ല ഇനം കോവലായത്. ഇവിടെ കുറച്ച് മണ്ണുണ്ട് എങ്കിലും ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക നല്ലപോലെ. ഈ തണ്ടിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മണ്ണെടുക്കാം. അതെല്ലാം ഞാൻ നേരത്തെ ഇട്ട മണ്ണാണ്. ഇവിടെ ഇങ്ങനെ നല്ലപോലെ മണ്ണിട്ട് വെട്ടിയടിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ കണ്ട് ഈ ഭാഗത്തുനിന്ന് എല്ലാം ഇവിടെ വേറെ 1 മീറ്റർ 1.5 മീറ്ററോളം ബാക്കിലാണ്. അവിടെയാണ് അതിൻ്റെ ചുവട് ഭാഗം. മണ്ണിട്ട് ഇവിടം വരെയായി. ഇനി ഒരു വർഷം അല്ല 2 വർഷം കഴിയുമ്പോൾ ഇവിടെ മണ്ണിട്ട് കൊടുക്കും. മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ വരും. അങ്ങനെ വന്നതാണ് ഈ ചെടി. കണ്ടില്ലേ, ഇങ്ങനെ പോയി. ഞാൻ ഇങ്ങനെ ഈ താഴേക്കട പടർത്തിയതെന്ന് ഉദ്ദേശിച്ചു. ഇപ്പോൾ തന്നെ ഇത് നിങ്ങൾ വിചാരിക്കും ഇതിന് വേര് മണ്ണിട്ട് കൊടുത്തില്ലെങ്കിൽ വേര് വരത്തില്ല. കണ്ടില്ലേ, വേരില്ല ഇതിന് അടിവശം. കോവലിന് പറ്റിയ ഏറ്റവും നല്ല ജൈവവളം എന്ന് പറയുന്നത് കടല പിണ്ണാക്കും ചാണകപ്പൊടിയാണ്. ഇത് രണ്ടും ചേർത്ത് ചുവട്ടിലിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് പിന്നെ വട്ടയുടെ ചവറ് കിട്ടുവാണെങ്കിൽ പച്ചയായാലും ഉണങ്ങിയതായാലും ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ വിത്തുകളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ആകിയാൽ മതി. നല്ല വിളഞ്ഞു പഴുത്തതാണ്. ഇതാണെങ്കിൽ 3 വർഷം പ്രായമായ കോവലാണ്. ഇതും ഇങ്ങനെ ടെറസിന് മുകളിലേക്ക് പടർത്തിയിരിക്കുകയാണ്. കരുത്തുള്ള തണ്ടല്ലേ, 3 വർഷമായിട്ടുള്ളൂ. ഇതിങ്ങനെ വീടിന് മുകളിലെ ടെറസിലേക്ക് പോയിരിക്കുകയാണ്.